തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് നമ്മൾ ഭംഗിവാക്കായിട്ട് പറയാറുണ്ടെങ്കിലും ചിലരുടെ കാര്യത്തിൽ അത് സത്യം തന്നെയാണ്. HMS ബീഗിൾ കപ്പലിൽ ശാസ്ത്ര പര്യവേഷണത്തിനായിട്ട് ഇറങ്ങിയ ചാൾസ് ഡാർവിൻ ആദ്യം എത്തിച്ചേരുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചിതറിക്കിടക്കുന്ന 10 ദ്വീപുകളുടെ ഒരു സമൂഹത്തിലാണ്. ഇന്ന് ആ ദ്വീപ സമൂഹങ്ങളിൽ ഏകദേശം 5 ലക്ഷം ജനസംഖ്യയാണുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുക്കായിട്ട് പോലും അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യം മൂലം വരൾച്ച നേരിടുന്ന ഒരു കാലാവസ്ഥയാണ് ആ ദ്വീപ സമൂഹങ്ങളിലുള്ളത്. പറഞ്ഞു വരുന്നത് കാബോ വെർദയുടെ കാര്യമാണ്. വരൾച്ചയോടും പ്രകൃതിയോടും അഗ്നിപർവ്വതങ്ങളോടും പോർച്ചുഗീസ് അധിനിവേശത്തോടും പോരാടി വിജയം നേടിയെടുത്തൊരു ചരിത്രം കാബോ വെർദയ്ക്കുണ്ട്. അത് ഇന്ന് ലോക ഫുട്ബോൾ ചരിത്രത്തിലും അവർ അടയാളപ്പെടുത്തുകയാണ്. ലോക ഫുട്ബോളിന്റെ ഈ സീസണിൽ അരങ്ങേറിയപ്പോൾ തന്നെ മത്സരങ്ങളൊന്നും തോക്കാതെ അവർ നോക്കൌട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ കാബോ വെർദയുടെ ദേശീയ ഫുട്ബോൾ ടീം അറിയപ്പെടുന്നത് ബ്ലൂ ഷാർക്കുകൾ എന്നാണ്. ബ്ലൂ ഷാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഒരു ശാന്തരായിരിക്കുമെങ്കിലും ഇരയെ പിടിക്കാൻ പോകുമ്പോൾ ഒരു വേഗത കൂട്ടും. 3 മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവരുടെ ഡിഫൻസിലെ ശാന്തതയും ഗോൾ മുഖത്തേക്ക് എത്തുമ്പോൾ അവരുടെ വേഗതയും. തുടർന്നും ഇത് കാണാമെന്ന് തന്നെ വിചാരിക്കും. പിന്നെ തിമീങ്കലങ്ങളും അടക്കി വാഴുന്ന ലോക ഫുട്ബോൾ എന്ന ഈ കടലിൽ ഒരു ബ്ലൂ ഷാർക്കെങ്കിലും ആകാതെ പറ്റില്ലല്ലോ. സോ കാബോ വെർദ